ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം റമദാൻ്റെ നോമ്പൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇതിലേക്ക് ഈസ്റ്റാണ് ചേർത്തെടുക്കുന്നത്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കും ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർത്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് ചേർത്തെടുത്താലും മതി. ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ട് വെള്ളം ചേർത്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ, കൈ ഉപയോഗിച്ച്. കുറച്ച് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒന്നെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെക്കുക, അല്ലെങ്കിൽ അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ നേരെയാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, വലിയ ഉള്ളി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്തെടുക്കുക. പിന്നെ ഞാൻ ഉള്ളിയുടെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ബീഫാണ് ചേർക്കുന്നത്, വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ അത് ചേർത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീഫോ ചിക്കൻ ഏതുള്ളത് വെച്ചാൽ അത് ചേർത്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചപ്പും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കിട്ടിയാൽ പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോസ് ചേർത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ കയ്യിൽ അഥവാ എല്ലാം എന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മളെ ഫില്ലിങ് ഇപ്പോൾ റെഡിയായി. പിന്നെ അതിനുശേഷം നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ പകുതി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലേശം പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പം നല്ല കട്ടിയിലും പരത്തിയെടുക്കേണ്ട, അതുപോലെ തന്നെ കട്ടി കുറച്ചിട്ടും പരത്തിയെടുക്കേണ്ട കേട്ടോ. നമ്മളൊരു ഏകദേശം കുബൂസിൻ്റെ ഒരു ലെവലിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അങ്ങനെ പരത്തി വെച്ചതിന് ശേഷം പിന്നെ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വെട്ടി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചതുരത്തിൻ്റെ രീതിയിലാണ് കേട്ടോ അത് ആക്കിയെടുക്കണത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചെടുക്കുക. ഓരോ സ്പൂണ് ഫില്ലിങ്ങാണ് ഞാനിവിടെ ചേർത്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കണത് നോക്കിക്കൊണ്ടു ഇങ്ങനെ 2 ഭാഗം ഇങ്ങോട്ടും ആക്കിയിട്ട് മറ്റ് 2 ഭാഗവും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് വെച്ചെടുക്കട്ടെ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് അവിടെ നിന്നോളും. പിന്നെ തുറന്ന് പോരൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പപ്സിൻ്റെ രൂപത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. അതാ റൗണ്ട് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. സമൂസൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കോണായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എല്ലാതും ഈ ഒരു ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഫ്ലെയിമാണ് കേട്ടോ. ഇത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ലോയിൽ ഇട്ട് വെക്കാൻ പറ്റില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ട് നല്ലൊരു ഇതായി കിട്ടും. അങ്ങനെ ഒരു ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം എൻ്റെ ആദ്യത്തത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങൾ ഇങ്ങനൊരു സ്നാക്സ് റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ റെഡിയാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കും വേണം. അപ്പോൾ അത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ്, നല്ല ക്രിസ്പി ഒന്നുമല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.